ഇന്ന് 2026 ഓഗസ്റ്റ് 26, അതായത് തിരുവോണ ദിനമാണ്. ഒന്ന് പുറത്തിറങ്ങി വന്നാലാ ഈ നാട്ടിലെ ഓണാഘോഷം എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടുവരാം. അപ്പൊ കച്ചവടം, ഓണത്തിനനുബന്ധിച്ച കച്ചവടം, അത് പായസ കച്ചവടം, പിന്നെ ഓണത്തിന്റെ ചില കാഴ്ചകളുമാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യേണ്ട, നമുക്ക് പോയിട്ട് വരാം. ചെട്ടിഭാഗം മാർക്കറ്റാണ് ഈ കാണുന്നത്. ഇവിടെ ഓണാഘോഷ പരിപാടികളും മാവേലി വന്നേക്കണ കാഴ്ചകൾ കാണാട്ടാ. നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇത് ഞങ്ങളുടെ വരാപ്പുഴയിലെ മാർക്കറ്റ് സ്റ്റാൻഡ് ഓട്ടോറിക്ഷക്കാരുടെ ഓണാഘോഷമാണ്. ഞങ്ങൾ തന്നെയാണ് ചെണ്ടയും, പിന്നെ ഞങ്ങളുടെ പൂക്കളം, പിന്നെ ഞങ്ങളുടെ തന്നെ ഒരു ആളാണ്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ് മാവേലിയായിട്ട് വന്നേക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഷൈമോൻ എന്നാണ്. അപ്പൊ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ ഹാപ്പി ഓണം എല്ലാവരോടും കൂടി അറിയിക്കുന്നു. ഇതാണ് ചെട്ടിഭാഗം ഓട്ടോ സ്റ്റാൻഡ്. നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് 15 കൊല്ലമായി. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ ചിപ്സ് കച്ചവടവും നടത്താറുള്ളതാണ്. അതുപോലെ ഞങ്ങൾ എല്ലാ സേവനങ്ങളും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണ് ദാനം ചെയ്ത് 10ഓളം കണ്ണുകൾ ദാനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആരോഗ്യ മേഖലാ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെട്ടതിന് താൽക്കാലികമായ ഞങ്ങളെ കൊണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾ ചില ക്യാമ്പുകൾ ഓരോ വർഷവും ഓരോ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കും. നേത്രരോഗ ചികിത്സാ ക്യാമ്പ്, ഹൃദ്രോഗ ചികിത്സാ ക്യാമ്പ്, അങ്ങനെ എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങളിൽ നിന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടായ 33 ആളുള്ള ഒരു സംഘമാണ്. ഞങ്ങളുടെ കൂട്ടായ ശ്രമം കൊണ്ട് ഇതുവരെ ഒരുപാട് നല്ല കാര്യങ്ങളും ആരോഗ്യ മേഖലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു. ഫുഡാണ് കേട്ടോ. SP പായസം, പാലട, പരിപ്രഥമനാണ് ഇവിടെ കിട്ടുന്നത്. ഒരു ഗ്ലാസ്സിനാണെങ്കിൽ 30 വരെയും, അല്ലാതെ ടിന്നിനാണ് വാങ്ങിക്കണമെങ്കിൽ 1 ലിറ്റർ ടിന്നാണെങ്കിൽ 240 വരും, അര ലിറ്ററിനാണെങ്കിൽ 120 രൂപയാണ് കേട്ടോ ഇവിടെ വരുന്നത്. അങ്ങനെ ടിന്നുകളായിട്ട് പായസം വെച്ചിരിക്കുന്നതാണ് കേട്ടോ. KKR-യുടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. അപ്പോൾ ഞാൻ പോയതില് ഇവിടെ മാത്രമാണ് പരിപ്പായസം കണ്ടത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഓണ കാഴ്ചകളായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവെ എല്ലാ കടകളും അടച്ച കടക്കായിരുന്നു. പായസ കട, അങ്ങനെ അത്യാവശ്യ കടകൾ മാത്രമായിട്ടാണ് തുറന്നിട്ടുണ്ടായുള്ളൂ. പിന്നെ പല ഞങ്ങൾ ഓണപരിപാടികളൊന്നും ഞാൻ കാണാൻ കഴിഞ്ഞില്ല. ഇത് ചില ആഴ്ച മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ